അടുത്തൊരു 3 സെൻറ്റ് വീടാണ്. 2 വണ്ടി കയറ്റിയിട്ടുള്ള പാർക്കിംഗ് സ്പേസ് ഉണ്ട്. കയറി ചെല്ലുമ്പോൾ തന്നെ വിശാലമായിട്ടുള്ളൊരു ഹോൾ സ്പേസ്, അത് നല്ല രീതിയിൽ ഗസ്റ്റിന് ഇരിക്കാൻ വേണ്ട രീതിയിലെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഫിഷിലേക്ക് വളർത്താൻ പറ്റുന്നൊരു അക്വേറിയം സെറ്റപ്പാണ്, അത് പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. താഴത്ത് തന്നെ ഒരു മാസ്റ്റർ ബെഡ്റൂം ഉണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. നേരെ കയറി ചിലപ്പോൾ കാണുന്നത് ഡൈനിങ് ഏരിയയാണ്. ഡൈനിങ് ഏരിയയും ഒരു ചെറിയ ഫാമിലിക്ക് നല്ല രീതിയിൽ ജീവിക്കുന്ന രീതിയിലാണ് ചെയ്തേക്കണം. ഓപ്പൺ കിച്ചണാണ്. ഡൈനിങ് ഏരിയയ്ക്ക് വേണ്ടി മാത്രമായിട്ട് ട്രഡീഷണൽ ആയിട്ടുള്ള മോഡലല്ല. കിച്ചണും നീറ്റായിട്ട് തന്നെ ഇരിക്കും. സ്ഥലപരിമിതി ഉള്ളതുകൊണ്ട് തന്നെ എന്നാലും ഒരു കിണർ അവർ ചെയ്തിട്ടുണ്ട്. ആരെയാണ് കുഴപ്പമില്ല. സ്റ്റെയർ കയറി നേരെ മുകളിലോട്ട് നമുക്ക് കയറണം. മുകളിലും നല്ല ലിവിങ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ലിവിങ് സ്പേസ് കഴിഞ്ഞ് നേരെ നോക്കുകയാണെങ്കിൽ ഒരു ബെഡ്റൂമും വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂം. പെട്ടെന്ന് നല്ല രീതിയിൽ കയറുന്നുണ്ട്. നല്ല വിശാലമായൊരു ബാൽക്കണി ഉണ്ട്. ഏരിയ വന്നത് ചട്ടിയാകം തന്നെയാണ്. അധികം ദൂരമല്ല നമ്മൾ ചട്ടിയാകത്തായിരുന്നു. ചട്ടിഭാഗം, വരാപ്പുഴ, എടപ്പള്ളി, പറവൂര്, ആലുവ, ഈ എല്ലാ ഏരിയയിലോട്ടും ഈസി ആക്സസ് ഉണ്ട്. ഒരു പഞ്ചായത്ത് റോഡിൻ്റെ ഫ്രണ്ടേജ് തന്നെ വീടാണ്. മുകളിൽ 2 മുൻത്തും അത്യാവശ്യം സ്പേസുള്ള ബെഡ്റൂമും താഴത്തുള്ളത് ഒരു നോർമൽ ബെഡ്റൂമാണ് കേട്ടോ. നമുക്ക് മെയിൻ ടെറസിലോട്ട് കയറാനായിട്ട് വഴി ഇട്ടിട്ടുണ്ട്. പുറത്ത് സ്റ്റെയർ കേസ് ഒന്നും വേണ്ടതുകൊണ്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ സ്പേസ് ഉണ്ട്. യൂട്ടിലിറ്റിയും കാര്യങ്ങളെല്ലാം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സാധാരണ കുടുംബത്തിന് നീറ്റായിട്ട് ജീവിക്കാനുള്ള സ്പേസ് ഉണ്ട്. അഗെയിൻ അത് താമസിക്കാൻ വല്ല കുടുംബക്കാരനുസരിച്ചിരിക്കും, ഹോൾസെയിൽ പറയണതല്ല. എൻ്റെ അഭിപ്രായം മാത്രമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ വീട് നോക്കുകയാണെങ്കിൽ ഗതാഗതം, കുടിവെള്ളം, ഇത് രണ്ടിലും പ്ലസ് പോയിൻ്റ് ഉണ്ട്. പിന്നെ ഗതാഗതം നോക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര വലിയ കാറും കയറ്റാൻ പറ്റുന്ന റോഡുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ വരാപ്പുഴ എന്ന് പറഞ്ഞൊരു സ്ഥലത്തായതുകൊണ്ട് തന്നെ എല്ലായിടത്തേക്കും വേഗം എത്തിപ്പെടുത്താൻ പറ്റും. നല്ല ഒരു ഹൈവേ സിസ്റ്റം ഉണ്ട്. അപ്പോൾ ഈ വീടിൻ്റെ റിവ്യൂ ഇവിടെ അവസാനിക്കുകയാണ്. വീടിൻ്റെ വില, കാര്യങ്ങൾ, എത്ര സ്പേസ് ഉണ്ട്, അങ്ങനെയുള്ള പ്രോപ്പർ ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ കൊടുക്കുന്നതായിരിക്കും. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താലും മതി.